നമ്മുടെ മലപ്പുറത്തുള്ള KL10 വ്ളോഗ്സ് 360 എന്നും പറഞ്ഞ പിന്നെ വല പണിത് കൊടുക്കുന്നുണ്ടല്ലോ, വല ചെയ്ത് കൊടുക്കുന്നുണ്ട്. വല കസ്റ്റമർ ചാനലില് ഇപ്പൊ വലയിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും പുള്ളീനെ ചാനലിലൂടെ കോണ്ടാക്ട് ചെയ്യാം. ഒരുപാട് മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മെയിനായിട്ട് വലയിട്ട് മീൻപിടുത്തവും ചൂണ്ടയിട്ട് മീൻപിടുത്തവും പിന്നെ വല നെയ്ത് കസ്റ്റം ചെയ്ത് കൊടുക്കുന്നത്. ബീച്ച് വല അല്ലേ? ബീച്ച് വല അപ്ഡേറ്റ്സ് ഒക്കെ KL10 വ്ളോഗ്സ് 360 എന്ന് പറഞ്ഞ മലപ്പുറം, മെയിനായിട്ട് കടലുണ്ടി, നല്ല മീനുള്ള സ്ഥലമാണ്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ആദ്യത്തെ കഞ്ചി ഏട്ടാ. എന്താ വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം അതല്ലേ? നോക്കിയാണ്ട് വരുന്നോ? നല്ല സൈസ് ഏട്ടാ. ആ പൊലിപ്പ് കുടുങ്ങിയില്ല അല്ലേ ഏട്ടൻ്റെ അല്ലേ? ആ കൂട്ടത്തിൽ കൊടുക്കുകയാണെങ്കിൽ ബക്കറ്റ് അറിഞ്ഞിനി. ഈ ലൈറ്റും കൂടി ആയപ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ട്. ബീതോ മീൻ ഉണ്ടാവും. പ്രശ്നം ആക്കം പോലെ വീതോ നമുക്ക് തന്നെ കുടിച്ചാൽ അധികം ഒച്ചപ്പാടൊന്നും ഇല്ലാത്തതുകൊണ്ടേ. ഉണ്ടോ മീൻ ഉണ്ടോ? ചെറുതുണ്ട്, ഏട്ടുണ്ട്. താര ആയിക്കോട്ടെ, സാറില്ല, രണ്ടെണ്ണുണ്ട്. ആയിക്കോട്ടെ, എന്തും നമുക്ക് പറ്റും. സാധനമില്ലേ? രണ്ടെണ്ണം കഴിക്കൊള്ളില്ല. കേട്ടോ വേഗം കയറ്റിക്കളാ. ബാലാത്തനാണ്. ബാലാത്തനെങ്കിൽ ബാലാത്തൻ. കേട്ടെ മല
മീൻ ഏകദേശം ഇത്ര കിട്ടി. നമ്മൾ കുറച്ച് നേരം വീതപ്പോത്തി വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. ഏട്ടം, പാര, അത്യാവശ്യം വലിയ ബക്കറ്റൊക്കെ തന്നെ. കയറ് കെട്ടി കുടിക്കാം. അതാരോ വലിച്ചെടുത്തോ. അതന്നെ എനിക്ക് തോന്നി. അലമേൽ ഇങ്ങനെ മുട്ടുണ്ട്. വിളിച്ച് മോനെ. കടിച്ചിട്ടുണ്ടോ? കടിച്ചിലൊക്കെ കുടുങ്ങി നിൽക്കാനോ. നല്ല മീൻ കിട്ടുകയാണെങ്കിൽ നല്ല മീൻ ചെറിയ ബീച്ചിലെ മീൻ വലിയ മീനെ തിരക്കടില്ലാതെ കിട്ടിയൊരു മീൻ തന്നെയാണ്. കിട്ടിയ ഏറ്റവും വലിയ മീനാട്ടോ ദിവസം കിട്ടിയത്. ഈ മീൻ നല്ല ചെറിയ മീനുകളെ വെട്ടുന്ന ടൈപ്പ് മീനാണ്. നല്ല വലുപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരടിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഒരു നാലഞ്ചെണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഇതാ. പക്ഷെ ഒന്നേ അന്ന് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് അതിനുള്ള ഭാഗ്യമുള്ളൂ. ബക്കറ്റിൽ കൊള്ളണില്ല അങ്ങനെ ഇട്ടിട്ട്. ആ വാരപ്പൊട്ടിന് കിട്ടിയോ? ബലില്ലെങ്കിലേ സുഖേനെ ഇപ്പം കിടുന്ന മാതിരി. അങ്ങനെ വല മുട്ടുണ്ട് മനസ്സിലാണേ. ആരും ഇല്ലാത്തതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ നല്ല രാത്രിയാണ്. ഏകദേശം 1 മണി 2 മണിയൊക്കെ ആയ സമയത്ത് അടുത്ത മീനാണ്. മോശമായിട്ടില്ല കേട്ടോ. ഓരോ വിലക്കും മീനുണ്ട്. നമ്മളേതായാലും ഫിഷിങ് നിർത്താം കേട്ടോ. ഇനി കിട്ടിയ മീനിൻ്റെ ഒരിത് കാണിച്ചത് ഏറ്റവും വലിയ മീനാട്ടോ ഇത് നമുക്ക് കിട്ടിയത്. എന്നാലും ഒരു 2 കിലോൻ്റെ മേലെ മീൻ ഉണ്ടാവും. എല്ലാം കൂടിയൊക്കെ ആയിട്ട് ഏകദേശം 2-2.5 കിലോൻ്റെ മേലെ മീൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ KL10 വ്ളോഗ്സ് 360 എന്ന് പറഞ്ഞ മലപ്പുറം മെയിൻ കടലുണ്ടി നല്ല മീനുള്ള സ്ഥലമാണ്. അപ്പോൾ പുള്ളീനെ ഒന്ന് ഫോളോ ചെയ്യുക. ഗംഭീരമായ ഫിഷിംഗ് വീഡിയോസൊക്കെ കുറേ ഉണ്ടാവും.